ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഴവാബൈത്ത് അദ്ധ്യായം 55. വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ. ഹാ സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅത്തി, അതുമാത്രമല്ലതു തന്നെ ഈദുൽ മില്ലത്തി. സൃഷ്ടിച്ചതും സുബ്ഹാനവർ അന്നാണ്, അബുൽ ബഷർ നബി ആദമേയെന്നാണ്. സ്വർഗത്തിലവരു കടന്നതന്നേ ദിവസമാ, അതിൽ നിന്നിറക്കപ്പെട്ടതും ഈ ദിവസമാ. അവർക്കുള്ള തൗബ സ്വീകരിച്ചതുമെന്നാ, കൂടാതെ അന്നാണന്ത്യ ദിവസവുമെന്നാ. അതുപോലെ അന്നേ ദിവസമാണ് നിക്കാഹതും, അബവൈനി ആദം ഹവ്വ ഇടയിൽ വന്നതും. കൂടാതെ നബി യൂസുഫ് സുലൈഖ ബന്ധവും ഉണ്ടായതും ഓർക്കേണ്ടതാണാ ദിവസവും. അതുപോലെ ഈ ദിവസത്തിലാ മൂസാ നബി ബീവി സഫൂറായെ വിവാഹം സ്വാഹിബി. അതുപോലെ ബിൽഖീസും സുലൈമാൻ നബിയുമായി പറയപ്പെടുന്നൊരു ദിവസമാ തസ്വീജിലായി. തിരുനബി വിവാഹം ആദ്യവും അന്നാണ്. ആദ്യത്തെ ഭാര്യ ഖദീജ ബീവിയുമാണ്. കൂടാതെ നബിയും ആയിഷ ബി തന്നിലും ഉണ്ടായ ബന്ധവുമന്ന് തന്നെ നിക്കാഹിലും. അലി ഫാത്തിമ ഇരുവരിൽ തന്നെന്നാ, വൈവാഹികം തമ്മിൽ നടന്നതുമെന്നാ. അപ്പോൾ വിവാഹത്തിന് യൗമുൽ ജുമുഅത്ത് സുഹൃത്തുക്കളെ നന്നു വന്നു റിവായത്ത്. അയ്യാമതിൽ നിന്നുള്ള യൗമുൽ ജുമുഅത്ത് ദോഷങ്ങളിൽ നിന്നൊക്കെ വന്നു സലാമത്ത്. നബി ആദമും ഇണയും പിരിഞ്ഞതിൽ പിന്നെ ഒരുമിച്ചു കൂടിയ ദിവസവും ഇതു തന്നെ. ആദം നബി മൗത്തായ ദിവസം വെള്ളിയാ, ഇജാബത്തിൻ്റെ ഒക്കത്തെന്നു വ്യക്തം തന്നെയാ. അത് അന്ന് പകലവസാന സമയം എന്നാ. നബി ആദമെ സൃഷ്ടിച്ച വഖ്തതു തന്നാ. സെക്കൻഡു സമയം മാത്രമാണതിനുള്ളത്. അത് എപ്പോഴാണതിൽ ഇഖ്തിലാഫാണുള്ളത്. റബ്ബിൻ്റെ സൽക്കാരം കൊടുക്കൽ അന്ന് സ്വർഗത്തിലും ഈ ദിവസമായി അറിയുന്നു. അവനുള്ള സൽക്കാരം പൊരുത്തം തന്നെ, അതു തന്നെ വിജയമിലുപരി വിജയം പൊന്നേ. ഇതിനുള്ള നാമം ജാഹിലിയ കാലമിൽ യൗമുൽ അറൂബത്തെന്നതാണെല്ലാവരിൽ. ഈ ദിവസത്തിനീ ജുമുഅ എന്നൊരു നാമവും
പേരിട്ടതിബിനു അലി കഅബാണാദ്യവും. ഇത് അർഫയേക്കാൾ അഫ്ളലാണെന്നുണ്ട്. അഹ്മദ് ഇമാം തങ്ങൾ അതിൽ തന്നുണ്ട്. അതുമാത്രമല്ലതിനുള്ള രാവും ലൈലത്തുൽ ഖദറെന്ന രാവിൽ മെച്ചമെന്ന മദ്ഹബിൽ പ്രബലം അതല്ല അറഫ ദിവസം തന്നെ. പിന്നീട് അഫ്ളൽ ജുമുഅ ദിവസവുമെന്ന. പിന്നീട് ഈദുൽ അൽഹ പിന്നീണ്ട ഫുളലിൽ എണ്ണേണ്ടതാ ഈദുൽ ഫിത്ർ അയ്യാമതിൽ. രാവിൽ വച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി ഭുജാതനായ രാവ് തന്ന സ്വാഹിബി. അതിൽ പിന്നെ ശ്രേഷ്ഠത ലൈലത്തുൽ ഖദ്റെന്ന. പിന്നീട് ലൈലുൽ ജുമുഅത്തിനും എന്ന. ഇസ്രാ രാവിന് പിന്നെ ശ്രേഷ്ഠതയുള്ളതാ. ഇവയൊക്കെയും ഷർവാനിയിൽ കാണുന്നതാ. ഈ ദിവസമിൽ റബ്ബാറു ലക്ഷം കൂട്ടരെ ഇത്ഖാക്കലുണ്ട് യഥാർത്ഥ ശിക്ഷക്കർഹരെ. തിരുമുസ്തഫ നബിക്കും സ്വഹാബത്താലിനും ഗുണം ചെയ്യണേ അതുപോലെ തന്നെ തബായിനും.